നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും വരാൻ പോകുന്ന ആഴ്ചകളിലെ നല്ലൊരു കഥ കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് സരയു വീണ്ടും കല്യാണിയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എത്ര കിട്ടിയാലും സരയു പഠിക്കില്ല. കുറെ വർഷങ്ങളായി സരയു കല്യാണിയെ ഇല്ലാതാക്കാൻ വേണ്ടി നടക്കുന്നേ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് പറഞ്ഞൊരു അവസ്ഥയായിപ്പോയി. ഇതിനു മുമ്പ് ഇത് തന്നെ സംഭവിച്ചേ. രാഹുലിനെ വെച്ചൊരു കളി പ്ലാൻ ചെയ്തു. ഒടുവില് രാഹുൽ മരണപ്പെട്ടു. പിന്നെ വിക്രത്തെ കൊണ്ട് ജയിക്കാൻ ശ്രമിച്ചു കല്യാണിയെ കൊല്ലാനായിട്ട്. പക്ഷേങ്കിൽ അതും നടന്നില്ല. ഒടുവില് ശാരിയെ വെച്ച് തന്നെ കളിക്കാൻ തീരുമാനിക്കുവാണ്. ഇനിയിപ്പോ അവസാന പിടിവള്ളി അതാണ്. എങ്ങനെയും കല്യാണിയെ കൊന്നേ മതിയാവുള്ളൂ. പക്ഷെ ഈ പറയുന്ന സരുവിന് അറിയില്ലല്ലോ, പെട്ടെന്നൊന്നും മരിക്കുന്നവളല്ല കല്യാണി. അവൾക്ക് ഇത്തിരി ദേവവായും കൂടുതലുള്ള കുട്ടിയാന്നുള്ള കാര്യം. പക്ഷെ സരു ഇതൊന്നും അറിയില്ലാതെ എങ്ങനെയെങ്കിലും അവളെ തീർക്കണം കല്യാണി. എന്നിട്ട് തനിക്ക് കിരണിനെ സ്വന്തമാക്കണം എന്നൊരു ചിന്ത മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഒടുവില് ആ ഒരു ദിവസം വന്നെത്തുന്നേ. രൂപ ഹോസ്പിറ്റലായ സമയത്ത് സേനും കൂടെ ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. രൂപ ഐസിയുലായിരുന്നു. കുറച്ച് ലോ പ്രഷറും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ തറവാട്ട് വീട്ടിലേക്ക് കിരണും കല്യാണിയും വരുന്നുണ്ട്. പിന്നീട് കല്യാണിയോട് കിരൺ അവിടെ നിന്നോളാൻ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. കല്യാണിക്ക് സമ്മതക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ശാരിയുണ്ട്, പിന്നെ അവരൊക്കെ ഉണ്ടല്ലോ. കുഞ്ഞിന്റെ കാര്യം നോക്കാനാണെങ്കിലും കാദംബരിയൊക്കെ ഉണ്ട് വീട്ടിൽ. അതുകൊണ്ട് ആ കാര്യത്തിൽ പേടി വേണ്ട, നീ ഇവിടെ നിന്നോളാനൊക്കെ കിരൺ പറഞ്ഞു. പക്ഷെ സരുവിനാണ് സന്തോഷമായത്. കാരണം ഇവിടെ നിൽക്കുവാണെങ്കിൽ താൻ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളും നടപ്പാക്കാം എന്നൊരു ചിന്ത സരുവിന്റെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ കല്യാണി അവിടെ നിൽക്കുന്നറിഞ്ഞപ്പോ സരു ഭയങ്കര സന്തോഷത്തോടുകൂടി കല്യാണിയോട് പറഞ്ഞു, നല്ല കാര്യമാ, 2 ദിവസം ഇവിടെ നിൽക്കുക, അമ്മയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര സന്തോഷം തന്നെയാണ് കല്യാണിയോട് പെരുമാറുന്നത്. പക്ഷെ അതിനുശേഷം ശാരിയെ വിളിച്ചോണ്ട് സരു പുറത്തു പോകുന്നുണ്ട്. പുറത്തു പോയി കഴിഞ്ഞിട്ടാണ് ശാരിയോട് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. അമ്മേ, ദൈവമായിട്ട് എനിക്ക് കൊണ്ടുത്തന്ന അവസരമാ. ഇതിനു മുമ്പ് കൈവന്ന അവസരങ്ങളെല്ലാം പാഴായിപ്പോയി. പക്ഷെ ഇത്തവണ അത് പാടില്ല, അവളെ തീർക്കണമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോ ശാരി പറഞ്ഞു, അതിനെന്ത് ചെയ്യാൻ പറ്റും മോളെ? അതൊക്കെ വല്ല നടക്കുന്ന കാര്യമാണോ? എത്രയോ വട്ടം ശ്രമിക്കുന്നു, വർഷങ്ങളായിട്ട് ഇത് തന്നെയല്ലേ കണ്ടിന്യൂ ചെയ്തു പോരുന്നേ. വല്ലതും നടന്നോന്ന് ചോദിച്ചു. അമ്മേ, ഈ തവണ നടക്കും, അതിന് അമ്മ വിചാരിക്കണമെന്ന് പറഞ്ഞു. ഞാനെന്ത് ചെയ്യാനാ? ശാരി ഞെട്ടിപ്പോയി. ദൈവമേ, ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞാ ശാരിക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അമ്മേ, അമ്മ കൊല്ലണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അതിനുള്ള ആൾക്കാരെയൊക്കെ ഞാൻ ഏർപ്പാടായിക്കോളാം. അമ്മ ഒരു കാര്യം ചെയ്താൽ മാത്രം മതി. അവളവിടെ ഉണ്ടല്ലോ, അപ്പൊ അവളെ ഇല്ലാതാക്കാനായിട്ട് അമ്മ എന്നോടൊപ്പം ഒന്ന് ഹെൽപ്പ് ചെയ്ത് നിന്നാ മതി എന്ന് പറഞ്ഞു. മോളെ, ഞാൻ എന്ത് ചെയ്യാനെന്ന് പറ. അമ്മ കഥകൊന്ന് തുറന്നു കൊടുത്താൽ മതി. കഥവോ? അതെ, അടുക്കള കഥകൊന്ന് തുറന്നു കൊടുത്താൽ മതി. ഗുണ്ടകൾ ആ വഴി കയറിക്കോളും, അവളെ തീർത്തിട്ട് അവർ നൈസായിട്ട് പൊയ്ക്കോളും എന്ന് പറഞ്ഞു. ശാരി പറഞ്ഞു, മോളെ, ഇതെങ്ങാനും കിരൺ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കിരൺ അറിഞ്ഞ അമ്മയ്ക്കൊന്നും അറിയില്ല. കുറച്ച് ഗുണ്ടകൾ വന്ന് തീർത്തിട്ട് പോയെന്ന് അവർക്കറിയത്തുള്ളൂ. കാരണം ഈ പറയുന്ന ഗംഗാപ്രസാദിന്റെ കൂട്ടാളിയിൽ ആരെങ്കിലും വന്ന് തീർത്തിട്ട് പോയതായിരിക്കുമെന്നോ വിചാരിക്കുള്ളൂ എന്ന് പറഞ്ഞു. പ്രശ്നമാകുമോ? എന്ത് പ്രശ്നമായിട്ട്? അമ്മ ധൈര്യമായിട്ടിരിക്കുക. അവള് മരിച്ചാൽ മാത്രമേ എനിക്ക് കിരണിനെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. എത്ര കാലങ്ങളായി ഞാൻ കാത്തിരിക്കുന്നറിയാവോ? അത് കേട്ടപ്പം ശാരി പറഞ്ഞു, മോളെ, അമ്മ ധൈര്യമായിട്ടിരിക്കുക. എന്നെ ചതിക്കാൻ എങ്ങാനും പ്ലാൻ ചെയ്തിട്ടുണ്ടോ അറിയാലോ. അത് കേട്ടപ്പോൾ ശാരി പറഞ്ഞു, ഞാൻ ചതിക്കാനോ? ഇല്ല എന്ന് പറഞ്ഞു. അമ്മ ഒരു കാര്യം ചെയ്യുക, അങ്ങനെയാണെങ്കിൽ ഇന്നും വൈകുന്നേരം അതിന് വേണ്ടുന്ന ആൾക്കാരെയൊക്കെ ഞാൻ ഏർപ്പാടാക്കിക്കോളാം. അമ്മ കഥവ് തുറന്നു കൊടുത്താൽ മാത്രം മതി. പിന്നെ കരയാനായിട്ട് തയ്യാറായിട്ടിരുന്നു. രാത്രിയിൽ നല്ല വണ്ണം കരഞ്ഞോണം അങ്ങോട്ട്. ഒന്നും അറിയത്തില്ലാത്ത രീതിയിലുള്ള പെരുമാറ്റം വേണം അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ. അപ്പൊ അതിന്റെ അപ്പുറത്തെ അഭിനയമായിരിക്കും ഞാനും കാഴ്ചവെക്കാൻ പോകുന്നത്. അവള് തീരണം. എന്റെ അച്ഛനെ ഇല്ലാതാക്കിയവളാണ്. അവള് കാരണമാണ് കിരണന്റെ അച്ഛനെ ഇല്ലാതാക്കിയത്. പിന്നെ വിക്രത്തിനൊക്കെ ഇല്ലാതാക്കിയതല്ലേ, അപ്പൊ അതിന് പ്രതികാരം ചെയ്യണ്ടേന്ന് ചോദിച്ചു. ശാരിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷെ സരു പറഞ്ഞു കഴിയുമ്പം അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മോളായി പോയില്ലേ, ഇത്രയും കാലം അവളുടെ എല്ലാത്തിനും കൂട്ടു തന്നതല്ലേ. സ്വന്തം മോളല്ലെങ്കിലും വളർത്ത മോളാ. അപ്പൊ അതുകൊണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ശാരി പോകാൻ തുടങ്ങിയപ്പോൾ സരു പറഞ്ഞു, അമ്മ, ഞാനിന്ന് വീട്ടിലേക്ക് വരുന്നില്ല. വന്നിട്ടുണ്ടേ ശരിയാകത്തില്ല. ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും സംശയം തോന്നിയാലോ. അതുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് പോയിക്കോളാം. കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അമ്മ വിളിച്ച് സംഗതികളൊക്കെ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷത്തിലായിരുന്നു സരു പോകുന്നേ. പോയ വഴിക്ക് സരു അതിന് വേണ്ടുന്ന ഏർപ്പാടുകളൊക്കെ നടത്തുവാണ്. ഗുണ്ടുകളെ പോയി കണ്ടു. അവർക്ക് വേണ്ടുന്ന പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പൊ രാഹുൽ ഉണ്ടായിരുന്ന സമയത്ത് സരുവിന് കുറച്ച് ഗുണ്ടകളെയൊക്കെ അറിയായിരുന്നു. അപ്പൊ അവരെ പോയി കണ്ട് ആവശ്യത്തിന് പൈസയൊക്കെ കൊടുത്ത് സംഗതികളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കുവാണ്. ഈ സമയം
കല്യാണി ശാരിയുടെ അടുത്താന്ന് തറവാട്ട് വീട്ടിലാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ രതീഷ് കാദംബരിയോട് പറഞ്ഞു, എന്താണെങ്കിലും അവിടെ നിർത്തേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ആ, കിരൺ സാറിന് കല്യാണി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടാവുമെന്നാ മതിയായിരുന്നു പറഞ്ഞു. അത് പിന്നെ രൂപാന്റിനെ കാണാൻ പോയിട്ട് കല്യാണി അവിടെ നിന്നോളാന്ന് പറഞ്ഞു 2 ദിവസം. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് വരുന്നുള്ളെന്ന് പറഞ്ഞു. പിന്നെ മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ നമ്മൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. രതീഷ് പറഞ്ഞു, എന്തോ എനിക്കത്ര അങ്ങോട്ട് ഇത് തോന്നില്ല. കാരണം ഇവിടെയാണെങ്കിൽ നമ്മളൊക്കെ ഉണ്ട്, അവിടെ സരിയും ഒക്കെ ഉണ്ടല്ലോ. അതിന് സരിയും അവിടെ ഇല്ലല്ലോ രതീഷ് ഏട്ടാ. സരിയു താരാൻ്റെ അടുത്തേക്ക് പോയില്ലെന്ന് ചോദിച്ചു. പക്ഷെ പറയാൻ പറ്റില്ല, അവളുടെ സ്വഭാവം ആയതുകൊണ്ട് എനിക്ക് ഇപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവളെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാനായിട്ട് എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നീട് രതീഷ് പറഞ്ഞു, ഇതിനു മുമ്പ് കല്യാണിക്ക് നേരെ ആക്രമണം ഉണ്ടായല്ലോ ആ വിക്രത്തിന്റെ, എനിക്ക് നല്ല സംശയമുണ്ട് സരുവിന് അതിനകത്ത് പങ്കുണ്ടോ എന്നൊക്കെ. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കാദംബരി പറഞ്ഞു, അതൊന്നും ഓർത്ത് രതീഷയുടെ വിഷമിക്കൊന്നും വേണ്ട, എന്താണെങ്കിലും കല്യാണിക്ക് ഒരു ആപത്തൊന്നും ഉണ്ടാകാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞു. ഈ സമയം കിരൺ ഹോസ്പിറ്റലിലായിരുന്നു. ചന്ദ്രസേനും കിരണും കൂടെ സംസാരിക്കുന്ന സമയത്ത് കിരൺ പറഞ്ഞു, അതെ അമ്മ എത്രയും പെട്ടെന്ന് സുഖപ്പെട്ട് വീട്ടിലേക്ക് തിരികെ പോകണം. കല്യാണിക്ക് ഭയങ്കര ആഗ്രഹമാണ് അമ്മയോടൊപ്പം കുറച്ച് ദിവസം നിൽക്കാനായിട്ട്. സേനം പറഞ്ഞു, എന്ത് ചെയ്യാനാന്ന് പറ. ഇടയ്ക്കിടയ്ക്ക് രൂപയ്ക്ക് ഇങ്ങനെ ലോ പ്രഷറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാര്യം ചെയ്യാൻ. ഇനിയിപ്പം മോൻ വീട്ടിലേക്ക് പോയിക്കോളാൻ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, അത് വേണ്ട, അത് സാരമില്ല, പോയിക്കോ, ഇനിയിപ്പം നിൽക്കണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാനുണ്ടല്ലോ ഇവിടെ ഐസിയുല, എപ്പോഴും കയറി കാണാനും പറ്റത്തില്ലോ എന്ന് പറഞ്ഞു. കിരൺ പറഞ്ഞു, അല്ല അത് പിന്നെ സാരമില്ല, പോയിക്കോളാനും പറയണം. അങ്ങനെ കിരണിനെ എന്ത് ചെയ്തു, പറഞ്ഞു വിടുവാണ്. ഈ സമയം രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേന് ശാരിക്ക് ഭയങ്കര വെപ്രാളം വിഷമമായി പോയി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എങ്ങാനും ഗുണ്ടകൾ വന്നു കഴിയുമ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കുന്നു അറിയില്ല. ഒടുവിൽ അങ്ങനെ കാത്തുകാത്തിരുന്നു. ഈ സമയം സരയു ഭയങ്കര സന്തോഷത്തിലാണ്. സരയുവിന്റെ സന്തോഷം താര ശ്രദ്ധിച്ചു. എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് താരയ്ക്ക് മനസ്സിലായി. പക്ഷെ എന്താണെന്നറിയില്ല. സരയു ഇങ്ങനെ സ്വപ്നം കാണുവാണ്, ഇന്നത്തോടു കൂടി അവളുടെ കാര്യം തീരും, പിന്നെ കിരണിന്റെ ഭാര്യയായിട്ട് താൻ വരും, താനും കിരണും പിന്നെ കല്ലുമോനും കൺമണിമോളും. എന്ത് രസമായിരിക്കും ആ കുടുംബം, കുറെ കാലമായിട്ട് കാത്തിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ സ്വപ്നം കണ്ട് സരയു ഇരിക്കുന്നത്. ഇത്രയും നാളും കാത്തിരുന്ന ഈ ഒരു ദിവസത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ അവസാനം ഈ ദിവസം വന്നെത്തോടെ അവളുടെ കഥ തീരുമെന്നൊരു ചിന്തയോട് കൂടിയിട്ട് ഇരിക്കുക. ഇതൊന്നും പക്ഷെ കല്യാണി അറിയുന്നുണ്ടായിരുന്നില്ല. വൈകുന്നേരം ആഹാരം എല്ലാം കഴിച്ച് കല്യാണി പോയി കിടക്കുവാണ്. കുറെ രാത്രിയായി കഴിഞ്ഞപ്പോഴത്തേനും ശാരി ഉറങ്ങാതിരിക്കുവാണ്. അപ്പോഴേക്കും സരയുവിൻ്റെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. കുട്ടികൾ എത്തിയിട്ടുണ്ട്, കഥ തുറന്നു കൊടുക്കാൻ പറഞ്ഞിട്ട്. ശാരി പതുക്കെ പോയി അടുക്കള കഥ തുറന്നിട്ടിട്ട് നോക്കുമ്പോഴത്തേനും അവന്മാരും അങ്ങോട്ട് കയറുന്നു. അവന്മാരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശാരിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പം മുഖം തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖം മൂടി പോലെ അവന്മാരിത് വെച്ചിട്ടുണ്ടായിരുന്നു. മാസ്ക് ഒക്കെ ധരിച്ചേണ്ട വന്നിരിക്കുന്നത്. പിന്നീട് ശാരി പോയി കല്യാണി കിടക്കുന്ന മുറി കാണിച്ചു കൊടുക്കുകയാണ്. ശാരിക്ക് വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. എന്ത് സംഭവിക്കാം, ഇനിയിപ്പോൾ ഇതിന്റെ പേര് നാളെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ താനും കുടുങ്ങുമോ? ആകെപ്പാടുള്ള ആശ്രയം ഇവിടെയാണ്. ഇതും കൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ഒരു ചിന്തയൊക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, സാരയെ പറഞ്ഞ് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഒടുവില് അവന്മാര് ഗുണ്ടകൾ നേരെ കല്യാണിന്റെ അടുത്തേക്ക് എന്നു. കല്യാണി ഇല്ലാതാക്കാനായിട്ട് അങ്ങനെ ഒരുങ്ങുവാണ്. പെട്ടെന്ന് കല്യാണി ചാടി എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേനും ഒരുത്തൻ എന്ത് ചെയ്തു, കല്യാണിയെ പിടിച്ച് കൊല്ലാനായിട്ട് തലവണ ഉണ്ടായിരുന്നു. തലവണ മുഖത്തമർത്താൻ തുടങ്ങുമ്പോഴത്തേനും കല്യാണി അവിടുന്ന് ചാടി എഴുന്നേറ്റ് പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. ഹാളിലേക്ക് ഇറങ്ങി ഓടുന്നു. അവന്മാര് പിന്നാലെ വന്നു. ഈ സമയം ഇരുട്ടായിരുന്നു, കാരണം വെട്ടവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ഒച്ചപ്പാട് കേട്ടപ്പോൾ ശാരിക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന്. എന്താ ഏതെന്ന് അറിയത്തില്ല. ശാരിയും കൂടെ ഇറങ്ങി വന്നു. ആ സമയം അതിലൊരുത്തന് കല്യാണിയെ ലക്ഷ്യം വെച്ചോണ്ട് അടിക്കുവാണ്. അവിടെ കിടന്ന് 20 എടുത്ത് അടിക്കുവാണ്. ഒരുത്തൻ പാഞ്ഞു വന്നിട്ട് അടിച്ചു കഴിയുമ്പോഴത്തേനും കൃത്യം അടി കൊള്ളുന്നേ കല്യാണിക്കിട്ടല്ല, ശാരിക്കിട്ടാണ് കൊള്ളുന്നത്. കൃത്യം ശാരി അപ്പത്തേനും തറ വീണു. അയ്യോ എന്ന് പറഞ്ഞ് ഒറ്റ വീഴ്ചയായിരുന്നു. ആ സമയത്താണ് കിരൺ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പൊ കിരൺ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്രസേനൻ പറഞ്ഞു വിട്ടതാണ്. കിരൺ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗുണ്ടകളെല്ലാം ഇറങ്ങി ഓടി. ശാരി തറയെ വീണു. എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു കല്യാണിക്ക്. പെട്ടെന്ന് തന്നെ അവർ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ ഉണ്ട്. എന്താണെങ്കിലും ശാരിയുടെ കാര്യത്തിനൊരു തീരുമാനമായി. ചക്കിന് വെച്ച് തൂക്കിനുണ്ടെന്ന് പറഞ്ഞു കണക്ക്. ഒടുവില് സരയു കാരണം ഒരു ജീവനും കൂടെ മിക്കവാറും നഷ്ടപ്പെടും. അല്ലെങ്കിൽ അവള് കാരണമാണ് രാഹുലിന്റെ ജീവനും വിക്രത്തിന്റെ ജീവനും ഒക്കെ നഷ്ടപ്പെട്ടെ. അവളെല്ലാവർക്കും പിരികേറ്റി കൊടുക്കും കല്യാണിയെ കൊല്ലാനായിട്ട്. ഇനിയിപ്പം ശാരിയും മിക്കവാറും തീർന്നു പോകും. അതോടുകൂടി സരയുവിന് എന്നാലും ഒരു കാര്യം മനസ്സിലാവും, കല്യാണിയെ കൊല്ലാൻ പറ്റത്തില്ല എന്ന്. ഇനിയിപ്പൊ സരയു നേരിട്ടിറങ്ങിയാലും അവളുടെ അന്ത്യമായിരിക്കും കാണാൻ പോകുന്നത്. അവൾ ഒടുവില് വേറെ ഒരു നിവൃത്തിയില്ലാതെ അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ ഇനി അധികം വൈകാതെ കഥയൊക്കെ അവസാനിക്കാൻ പോകും. അധികം നാളൊന്നും കാണത്തില്ല കേട്ടോ. അപ്പൊ ആ കഥയ്ക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.